ഹലോ നമ്മുടെ കേരളത്തിന്റെയും ഓൾ ഇന്ത്യയുടെയും 2 റൗണ്ട് അലോട്ട്മെന്റുകൾ തീർന്നിട്ട് മൂന്നാമത്തെ റൗണ്ട് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നിലവിൽ തന്നിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഇന്നലെ അതായത് ഒക്ടോബർ 3-ാം തീയതി ഞാൻ ഇന്നിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നത് ഒക്ടോബർ 4-ാം തീയതിയാണ്. ഒക്ടോബർ 3-ാം തീയതി തന്നെ നമുക്ക് ഓൾ ഇന്ത്യ തേർഡ് റൗണ്ട് തുടങ്ങേണ്ടതാണ്. ഓൾ ഇന്ത്യ തേർഡ് റൗണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4, 5 പോയിന്റ്സ് എനിക്ക് പറയാനുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും പണി കിട്ടും. ഇനി അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാനുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോപ്പയിലുള്ള ആളുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു PDF ലിസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന്റെ. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന്റെ ലിങ്കും എങ്ങനെയാണ് നിങ്ങൾക്ക് അത് കിട്ടുക എന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. നിങ്ങൾക്ക് അടുത്ത റൗണ്ട് ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകരമാവും. നമ്മൾ കുറച്ച് മെനക്കെട്ടിരുന്നിട്ട് ചെയ്തൊരു വർക്ക് ഉണ്ട്. ആ സാധനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റിലീസ് ചെയ്ത് തരുന്നുണ്ടാവും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 3 പ്രധാനപ്പെട്ട 3 അല്ല 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ബി വെരി കെയർഫുൾ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കെയർഫുൾ ആവുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം റൗണ്ട് 3ക്ക് ശേഷം പിന്നെ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അത് പിന്നെ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ശേഷം അപ്ലൈ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുന്നതിന്റെ ഒരു ഇതും ആൻഡ് സ്ട്രേ വേക്കൻസിനെ പറ്റിയിട്ട് നമുക്കറിയാൻ വേണ്ടി പറ്റും. സ്ട്രേ വേക്കൻസി നമ്മളെല്ലാവരും കുറേയധികം ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു വേക്കൻസിയാണ്. അതിനെ പറ്റിയിട്ടാണെന്ന് പറയാനുള്ളത്. സോ ലെറ്റ് us ഡിസ്കസ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് ബി വെരി കെയർഫുൾ എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട്. ഈ റൗണ്ട് 3 അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഒരുപാട് ആളുകൾക്ക് അവസാനത്തെ ഘട്ടത്തിൽ അലോട്ട്മെന്റ് ആണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇതുവരെ കിട്ടിയ ആളുകൾക്ക്, കിട്ടാത്ത ആളുകൾക്കാണെങ്കിൽ ഇനി മുന്നോട്ടേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ റൗണ്ട് 2 കിട്ടിയിട്ടില്ല, റൗണ്ട് 3 കൊടുത്തു, അതും കിട്ടിയിട്ടില്ല. അങ്ങനെ റൗണ്ട് 4ലേക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതിനകത്ത് എവിടെയെങ്കിലും വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റൗണ്ട് 3 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മാറ്റം സാധ്യമല്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയണം. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഒരു കുട്ടിക്ക് നഴ്സിംഗോ അല്ലെങ്കിൽ നമ്മുടെ ഡെന്റലോ ഒന്നും താല്പര്യമില്ല കുട്ടിക്ക്. പക്ഷെ കുട്ടി ഓപ്ഷൻ വെച്ചപ്പം അറിയാതെ ഒരു നഴ്സിംഗിന്റെ ഓപ്ഷൻ അവിടെ വന്നുപോയി. ഒരു ഡെന്റലിന്റെ ഓപ്ഷൻ വന്നുപോയി. അല്ലെങ്കിൽ നമുക്കൊരു താല്പര്യം ഇല്ലാതിരുന്ന ജാർഖണ്ഡിലോ ഛത്തീസ്ഗഡിലോ എവിടത്തെ ഒരു കോളേജ് അറിയാതെ കയറി. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു മഞ്ചേരി എന്നുള്ള കോളേജിന്റെ പേര് വായിച്ചപ്പോൾ മാറി മഞ്ചേരാൽ എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിലോ തെലങ്കാനയിലോ എവിടെ ഒരു സ്ഥലത്ത് കിട്ടിയ ഒരു കുട്ടി എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ആ കുട്ടി കാണുന്നുണ്ടാവും. അതുപോലെ നമ്മൾ ഓപ്ഷൻ വെക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു സ്ലൈറ്റ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് ആ കോളേജിലേക്ക് നമ്മൾ ഈ തെറ്റ് വെച്ച ഓപ്ഷനിലേക്ക് നമുക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്നൊരു മാറ്റമോ വേറെ എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്യലോ നമുക്ക് പോസിബിൾ അല്ല. നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. അത് സ്കിപ്പ് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വേറൊരു ഓപ്ഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ വെക്കുന്നിടത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നിടത്ത് ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടിയിരിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടി അടുത്ത അപ്ഗ്രേഡേഷന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് അറിയാതെ ഏതോ ഒരു കോളേജിൽ BDSന്റെ ഓപ്ഷൻ കടന്നു കൂടി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് MBBSൽ നിന്ന് മാറി BDSലേക്ക് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവിടുന്ന് മാറാൻ വേണ്ടി പറ്റില്ല. കുട്ടിയുടെ MBBS സീറ്റ് പോയി പകരം ഒരു BDS സീറ്റ് കിട്ടി. അപ്പൊ കയ്യിലിരുന്ന സാധനം നഷ്ടപ്പെടുന്നത് പോലെയാണ്. അപ്പോൾ അതീവ ശ്രദ്ധാലുവായിരിക്കണം ഓപ്ഷൻ വെക്കേണ്ടത് എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. ഓപ്ഷൻ വെക്കേണ്ട സമയമായിട്ടില്ല. പക്ഷെ വളരെയധികം സീരിയസ് ആയിട്ട് പേരൻസും കുട്ടികളും എടുത്ത് ഡബിൾ ചെക്ക് ചെയ്ത് ട്രിപ്പിൾ ചെക്ക് ചെയ്ത് വെക്കേണ്ട ഓപ്ഷനാണ്. കാരണം അവസാനത്തെ തവണയാണ് ഇതിൽ തെറ്റ് പറ്റിയാലും കുഴപ്പമില്ല. കാരണം ഇതിന് മുന്നേയുള്ള ഫസ്റ്റ്, സെക്കൻഡ് അലോട്ട്മെന്റുകളിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അടുത്തതിൽ മാറ്റി കിട്ടും എന്നുള്ള ഒരു ധാരണയിൽ പോയിരുന്നു. ഇനി നമുക്ക് എന്തില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എല്ലാ വർഷവും കുറച്ച് കുട്ടികൾക്കെങ്കിലും അങ്ങനെ സംഭവിക്കാറുള്ളത് നമ്മൾ കാണാറുണ്ട്. അതീവ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം മാറ്റേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഓൾറെഡി നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് തന്നു. നോ ചേഞ്ച്. ഇനി ഈ റൗണ്ട് 3 കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്തില്ല, വേറൊരു ചേഞ്ചിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. റൗണ്ട് 2 അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഇഫ് വി ഗെറ്റ്, നമുക്ക് സീറ്റ് കിട്ടിയാൽ നമുക്ക് എന്തില്ല, വീണ്ടും ഒരു ചേഞ്ച് ഇല്ല. ഇനി സീറ്റ് കിട്ടിയില്ലെങ്കിലോ, സീറ്റ് കിട്ടിയില്ലെങ്കിൽ യു ഹാവ് ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് എന്നുള്ള ഒരു സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇനിയുള്ള 2 പോയിന്റുകൾ കൂടി ഒരുമിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ റൗണ്ട് 2 കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 80% അല്ലെങ്കിൽ ഒരു 90% സീറ്റുകളൊക്കെ റൗണ്ട് 2 കഴിഞ്ഞപ്പം തന്നെ ഇന്ത്യയിൽ ഫിക്സ് ആയി പോയിട്ടുണ്ട്. ഇനി ഒരു 10 15 അല്ലെങ്കിൽ 20 പോട്ടെ 25% സീറ്റുകൾ റൗണ്ട് 3യിൽ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാലും റൗണ്ട് 3 കഴിയുന്നതോട് കൂടിയിട്ട് അതെല്ലാം തന്നെ ഫിക്സ് ആവുകയും വളരെ തുച്ഛമായിട്ടുള്ള കുറച്ച് സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി ഉള്ള ഒരു 20-23,000 സീറ്റുകളിൽ ഒരു 10,000-2,000 സീറ്റുകൾ അല്ലെങ്കിൽ അതിൽ താഴെ സീറ്റുകൾ മാത്രമാണ്. 10% ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കട്ടെ. ഒരു 5% സീറ്റുകളൊക്കെയാണ് റൗണ്ട് 3യിലേക്ക് ബാലൻസ് ഉണ്ടാവാറുള്ളത്, റൗണ്ട് 4ലേക്ക് ബാലൻസ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ സ്ട്രേ വേക്കൻസി സാധനങ്ങളിലേക്കുള്ള പോസിബിലിറ്റീസ് സാധനങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കരുത്. നമുക്ക് ഈ റൗണ്ട് 3 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. റൗണ്ട് 3 ആണ്. ഒരു സീറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഏറ്റവും മികച്ച തീരുമാനം റൗണ്ട് 3 ആണ്. റൗണ്ട് 3 സീറ്റ് കിട്ടാനുള്ളത്. അപ്പൊ അവിടെ നമ്മൾ റിസ്ക് എടുക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ചേഞ്ച് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ
ഈ റൗണ്ട് 3ന്റെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ മാക്സിമം ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന പരമാവധി, നിങ്ങൾക്ക് പറ്റുന്ന പരമാവധി ട്ടോ. അതായത് നിങ്ങൾക്കിപ്പോ ജമ്മു കാശ്മീർ പറ്റോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ജമ്മു കാശ്മീർ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ജമ്മു കാശ്മീരിലെ സീറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ആസാം, ഒറീസ അങ്ങനെ ഒരുപാട് സീറ്റുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് താല്പര്യമുള്ളതിന്റെ പരമാവധി ഓപ്ഷൻസ് നിർബന്ധമായിട്ടും വെക്കണം. റൗണ്ട് 2 അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടാണ് ഇവൻ ഡോപ്പയിലുള്ള അടക്കമുള്ള കുട്ടികളടക്കം പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളൊക്കെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഓപ്ഷൻസ് ലിമിറ്റഡ് ആയി കൊടുത്തിട്ട് സീറ്റ് കിട്ടാതിരിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതങ്ങനെയല്ല. റൗണ്ട് 3 ഈസ് ദ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് മനസ്സിലാക്കുക. കാരണം റൗണ്ട് 4 സ്ട്രേ വേക്കൻസി ഹൈ റിസ്ക് ആണ്, വെരി ഹൈ റിസ്ക്. ഞാനത് അടുത്തതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. വെരി ഹൈ റിസ്ക് ആണ് എവിടെയുള്ളത്, നമ്മുടെ ഈ റൗണ്ട് 3യിൽ വരുന്നുണ്ടാവുക, റൗണ്ട് 4ലേക്ക് വരുമ്പോഴത്തേക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റൗണ്ട് 3യിൽ പരമാവധി ഓപ്ഷൻസ്, സാധ്യമാവുന്ന പരമാവധി ഓപ്ഷൻസ് വെച്ചിട്ട് റൗണ്ട് 3യിൽ തന്നെ ഒരു സീറ്റ് എടുക്കാൻ വേണ്ടി നോക്കണം. ഇപ്പൊ തന്നെ നമുക്കറിയാൻ വേണ്ടി പിന്നെ റൗണ്ട് 2ന്റെ 18,000വും 16,000 ഒക്കെ റാങ്കുള്ള പല കുട്ടികൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. വൈ? ബിക്കോസ് അവർ ഓപ്ഷൻ കൂടുതൽ വെച്ചില്ല എന്നുള്ളതാണ്. റൗണ്ട് 3യിൽ ആ ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നത് മാക്സിമം ഓപ്ഷൻസിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകണം. എന്തിനെ നോക്കിയിട്ടാണ് നിങ്ങൾ ഓപ്ഷൻ വെക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രേ വേക്കൻസിനെ പറ്റി പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൗണ്ട് 2ന്റെ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന്റെ ഫുൾ ഒരു PDF പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളിപ്പോൾ അവിടെ കാണിച്ചു തരുന്ന ഈ PDF ഇത് നിങ്ങൾക്കായിട്ട് എന്ത് ചെയ്ത് തരാം, ഞാൻ റിലീസ് ചെയ്ത് തരാം. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ സംഗതികളും ഇത് നമ്മളിരുന്ന് പ്രിപ്പയർ ചെയ്തെടുത്ത ഒരു സാധനമാണ്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും നമ്മൾ എസ്പെഷ്യലി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ ഓരോ കോളേജിലും ഓൾ ഇന്ത്യ റാങ്ക് ഏതിനാണ് പോയത് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണിക്കുന്നത്, അതിപ്പോൾ ഈ ഇവിടെ നിന്ന് താഴെ കാണിക്കുന്ന ഈ ഓർഡർ, ഇതാണ് പ്രയോറിറ്റി ഓർഡർ. ഏറ്റവും മേളിൽ വരുന്ന കോളേജാണ് അവിടുത്തെ ഒരു ബെസ്റ്റ് കോളേജായിട്ട് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഓർഡറിൽ തന്നെ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന കോളേജ് അവിടുത്തെ ഏറ്റവും ഒരു വേഴ്സ് കോളേജ് എന്നുള്ള രൂപത്തിലേക്കായിരിക്കും അവിടെ വരുന്നുണ്ടാവുക. ഇനി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ കർണാടകയിലേക്ക് വരുന്ന സമയത്ത് ഉള്ള കോളേജുകളുടെ ലിസ്റ്റ് കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തെലങ്കാന കോളേജസിന്റെ ഒരു കൃത്യമായിട്ടുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ലിസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ ലിസ്റ്റ് എവിടെ കിട്ടും, ഈ ലിസ്റ്റിനുള്ള ലിങ്ക്, ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങളുടെ ഫസ്റ്റ് കമന്റിൽ ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്ത് വെക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്ത് വെച്ച് നിങ്ങൾ വേണമെങ്കിൽ അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അതനുസരിച്ചിട്ട് ഓപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഓരോ സ്ഥലത്തുള്ള കോളേജുകളൊക്കെ. ഇത് നമ്മുടെ വലിയ PDF ലിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ നമ്മുടെ സെക്കൻഡ് റൗണ്ട് വന്നത്, അതിനകത്ത് നിന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ഡാറ്റ സോർട്ട് ചെയ്തിട്ട് എടുത്തുണ്ടാക്കി വെച്ച സാധനമാണ്. അപ്പോൾ നമ്മൾ മാനുവലി ചെയ്തതാണ്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഈ കോളേജുകളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ സാധനങ്ങളോ ഉണ്ടോ എന്നുള്ള അറിയാൻ. പക്ഷേ ഇതാണ് കോളേജിന്റെ ലിസ്റ്റും പ്രയോറിറ്റി ഓർഡറും. ഇതനുസരിച്ചിട്ട് ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഫൈനലി നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്ട്രേ വേക്കൻസിന്റെ പോസിബിലിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ വാക്കാണ് എനിക്ക് സ്ട്രേ വേക്കൻസിനെ പറ്റി പറയാനുള്ളത്. സ്ട്രേ വേക്കൻസീസ് വെരി ഹൈ റിസ്ക്, ഭയങ്കര വലിയ റിസ്ക് ആണ്. കാരണം തുച്ഛമായ സീറ്റുകളെ ഉണ്ടാവുള്ളൂ, ബട്ട് ഇറ്റ് വിൽ ഹാവ് ഹൈ ബെനിഫിറ്റ്. അതും ഒരു കാര്യമാണ് നിങ്ങൾക്ക് പരിഗണിക്കാൻ വേണ്ടി പറ്റുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കുട്ടി, ഞാൻ പറയുകയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ മാത്രമേ ആ കുട്ടിക്ക് സീറ്റ് എടുക്കാൻ താല്പര്യമുള്ളൂ എന്ന് വിചാരിക്കും. ആന്ധ്ര കിട്ടിയാൽ പോകുന്നില്ല, കർണാടക കിട്ടിയാൽ പോകുന്നില്ല, തെലങ്കാനയിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ഓൾ ഇന്ത്യ തേർഡ് റൗണ്ടിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തമിഴ്നാട് മാത്രം കൊടുക്കുക. കിട്ടാൻ സാധ്യതയുണ്ടോ? കിട്ടില്ല, സാധ്യത കുറവാണ്. കാരണം പരക്കെ മാക്സിമം ഓപ്ഷൻ വെച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ തേർഡിൽ കിട്ടാത്തത് കൊണ്ട് ആ കുട്ടിക്ക് ഫോർത്തിലേക്ക് പോകാം. ഫോർത്തിൽ ഒരു പക്ഷേ നമുക്ക് തമിഴ്നാട്ടിൽ സീറ്റ് കിട്ടിയേക്കാം. തേർഡിൽ കിട്ടാതിരുന്ന പല സീറ്റുകളും ഫോർത്തിലേക്ക് റിലീസ് ആവുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നോക്ക്, തേർഡിൽ നമ്മളെക്കാൾ റാങ്ക് ഉള്ള ഒരു കുട്ടി ചിലപ്പോൾ ആന്ധ്രാപ്രദേശിലോ തെലങ്കാനയിലോ പോയി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള തമിഴ്നാട്ടിൽ ഒരു സീറ്റ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അതിന് വളരെ ഹൈ റിസ്ക് ആണ്. കാരണം വെച്ചാൽ ഒരു പക്ഷേ ഒരു സീറ്റ് പോലും കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റിനെ ഒരു അവസരമായിട്ട് കാണുന്നതിന് പകരം ഞാൻ പറയുന്നത് ഇതൊരു ഡേഞ്ചർ സാധനമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സ്ട്രേ വേക്കൻസിയിലേക്ക് പോകാതെ നമുക്ക് കിട്ടാനുള്ള സീറ്റ് റൗണ്ട് 3യിൽ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള 100% സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് റൗണ്ട് 3യിൽ മാക്സിമം ഓപ്ഷൻ കൊടുക്കുക. സ്ട്രേ വേക്കൻസി എന്ന് പറയുന്ന സാധനം അവോയ്ഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സ്ട്രേ വേക്കൻസിന്റെ ഒരു ഡിറ്റോ ഇതാണ്, ഹൈ റിസ്ക് ഹൈ ബെനിഫിറ്റ് എന്നുള്ളതാണ് സാധനം. അപ്പോൾ ആ ഹൈ റിസ്കിൽ ചിലപ്പോൾ നമുക്ക് സീറ്റ് കിട്ടാതായി പോകാൻ സാധ്യതയുണ്ട്. ഇനി മാക്സിമം ഓപ്ഷൻ വെച്ചിട്ടും സീറ്റ് കിട്ടുന്നില്ല എന്നുള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റൗണ്ട് 4ലേക്ക് പോകാം. റൗണ്ട് 4നെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക, സ്ട്രേ വേക്കൻസി എന്ന് വിളിക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യം. റൗണ്ട് 4 ആൻഡ് സ്ട്രേ വേക്കൻസീസ് ഒരേ സാധനം തന്നെയാണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് കാര്യം. ഇനി നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇനിയും നമുക്ക് സീറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് എങ്ങനെ പറയാം, ഇനിയും നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച്, നമ്മുടെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ചിന്റെ പുതിയൊരു ബാച്ച് അല്ലെങ്കിൽ അവസാനത്തെ ബാച്ച് വരുന്നുണ്ട്. അതിന് വിളിക്കുന്ന പേര് ഫാസ്റ്റ് ട്രാക്ക് T&D ബാച്ച് എന്നാണ്. ഫാസ്റ്റ് ട്രാക്ക് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ച് എന്നാണ് വരുന്നുണ്ടാവുക. ഒക്ടോബർ മാസം അവസാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ബാച്ച്. ആൻഡ് അതിനകത്ത് ജനുവരി അവസാനത്തോട് കൂടി തന്നെ, ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരി 3 മാസം കൊണ്ട് തന്നെ ഒരു റൗണ്ട് ചാപ്റ്ററിന്റെ ടെസ്റ്റും ഡിസ്കഷനും ആണ് ഉണ്ടാവുക. ടെസ്റ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് തരും. നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകൾ
നിങ്ങൾ വിശദമായിട്ട് ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് ഇതിനകത്ത്. വീണ്ടും ക്ലാസ്സിൽ ഇരുന്ന് മുഴുവൻ സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി റിപ്പീറ്ററോ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോട്ടുണ്ട്. ആ സമയം കളയാതെ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് ഉപയോഗിച്ച് പഠിച്ച് ടെസ്റ്റ് എഴുതുകയും അതിനുശേഷം വിദഗ്ധരായ അധ്യാപകർ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഡിസ്കസ് ചെയ്ത് തരികയും ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന സാധനങ്ങൾ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. ദിവസം തോറും മെന്റർഷിപ്പ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒക്കെ നിങ്ങളായിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് വരുന്നുണ്ടാവും. എങ്ങനെയാണ് പഠിക്കുക, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാവും. പിന്നെ ഹോസ്റ്റൽ വേണ്ട ആളുകൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാവുന്നതാണ്. ആൻഡ് മുഴുവൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് വരുന്ന നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബർ മുതൽ ജനുവരി 31 വരെയുള്ള ഷെഡ്യൂളും അതിനുശേഷമുള്ള റിവിഷൻ ഷെഡ്യൂളും അവൈലബിൾ ആണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഫ്രഷ് ബാച്ച് ആണ്, ഇതുവരെ തുടങ്ങാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ഇതാണ് T&D ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത്. താല്പര്യമുള്ള ആളുകൾക്ക് വരാം. കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ നമ്മുടെ ഹോസ്റ്റലിൽ. എനിക്ക് തോന്നുന്നത് 15-20 സീറ്റുകൾ മാത്രമേ ഹോസ്റ്റലിലേക്ക് അവൈലബിൾ ഉള്ളൂ. ബാക്കി സീറ്റുകളെല്ലാം ഓൾറെഡി ഫിൽഡ് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്കാണ്. അപ്പോൾ ഇനിയും കുറച്ച് കുട്ടികൾ, ഇപ്പോൾ നമ്മുടെ ടോപ്പയിലുള്ള കുട്ടികളടക്കം കുറച്ച് പേര് ബാക്കിയുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ സാധനം തുടങ്ങിയത്. അപ്പോൾ നിങ്ങളോട് പറയാണ്, തേർഡ് അലോട്ട്മെന്റ് വരുന്നുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം നമ്മൾ അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ കാര്യത്തിൽ ഒരു ഡേറ്റിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് തേർഡ് അലോട്ട്മെന്റ് നിൽക്കുന്നത്. 3-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിന് വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം നമ്മുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ബട്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് സൂൺ, വെരി സൂൺ തുടങ്ങുന്നുണ്ടാവും. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും തേർഡ് അലോട്ട്മെന്റിൽ? എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുവരെ കിട്ടിയവർക്കും കിട്ടാത്തവർക്കും അപ്ഗ്രേഡേഷൻ വേണ്ടവർക്കും ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്കാണ് നമ്മളുടെ എന്ത് വരുന്നുണ്ടാവുക, നമ്മളുടെ തേർഡ് അലോട്ട്മെന്റ് വരുന്നുണ്ടാവുക. ശ്രദ്ധിക്കുക. ബാക്കി നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ താഴെ കൊടുത്തിരിക്കുന്ന PDF നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മറ്റ് നിങ്ങളുടെ സംശയങ്ങൾ താഴെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഓരോന്നിനും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരാം. തേർഡ് അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മറ്റെന്തെങ്കിലും ചേഞ്ചുകൾ വന്നാൽ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷനുകൾ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.